സനാതന ധർമ്മ പരിഷത്ത് നടത്തുന്ന 9ാമത് സ്വാമി മൃഡാനന്ദ ജന്മശതാബ്ദി സ്മാരക ആറാട്ടുപുഴ ഹിന്ദു മഹാസമ്മേളനം 24 മുതൽ 26 വരെ ആറാട്ടുപുഴ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര സന്നിധിയിൽ നടക്കും. ചടങ്ങിൽ സ്വാമി മൃഡാനന്ദ ജന്മശതാബ്ദി സ്മാരക ആധ്യാത്മിക പുരസ്കാരം ഏറ്റുമാനൂരപ്പൻ കോളേജ് പ്രൊഫസർ സരിത എസ് അയ്യർക്ക് സ്വാമി ചിദാനന്ദപുരി സമർപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 24 രാവിലെ 6 ഗണപതി ഹോമം, 7 നാരായണീയ പാരായണം, 8 ഗോപൂജ, 9:30 ധ്വജാരോഹണം എന്നിവ നടക്കും. 10 ചടങ്ങ് വാഴൂർ തീർത്ഥപാദാശ്രമം അധ്യക്ഷൻ സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദർ ഉദ്ഘാടനം ചെയ്യും. അഖില ഭാരതീയ സീമ ജാഗരൺ മഞ്ച മുഖ്യ സംരക്ഷക് എ ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും. കെ.പി. കൊച്ചുകൃഷ്ണ ഗണകൻ സ്മാരക സംസ്കൃത സേവാ പുരസ്കാരം സംസ്കൃത പ്രചാരകൻ ആർ. കിരൺകുമാറിന് സമ്മാനിക്കും. തുടർന്ന് കലാപരിപാടികൾ, പ്രഭാഷണങ്ങൾ എന്നിവയുണ്ടാകും. 25 രാവിലെ 7 നാരായണീയ പാരായണം, വൃക്ഷപൂജ, പ്രഭാഷണങ്ങൾ, കലാപരിപാടികൾ. 26 രാവിലെ 7 മുതൽ നാരായണീയ പാരായണം, പ്രഭാഷണങ്ങൾ, സ്വാമി മൃഡാനന്ദ ജന്മശതാബ്ദി സ്മാരക ആധ്യാത്മിക പുരസ്കാരം പ്രൊഫസർ ഏറ്റുമാനൂരപ്പൻ കോളേജ് പ്രൊഫസർ സരിത എസ് അയ്യർക്ക് സ്വാമി ചിദാനന്ദപുരി സമർപ്പിക്കും. 3 നടക്കുന്ന സമാപന സഭയിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി ആർ. വി. ബാബു സന്ദേശം നൽകും. കൃഷ്ണാനന്ദ സരസ്വതി സ്വാമികൾ ദീപപ്രജ്വലനം നടത്തും. ശാന്തിമന്ത്രം, ധ്വജാവരോഹണം എന്നിവയുണ്ടാകുമെന്ന് സ്വാഗത സംഘം ജനറൽ കൺവീനർ സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി, അംഗങ്ങളായ കെ. ആർ. ഗംഗാധരൻ, തങ്കപ്പൻ വടാശ്ശേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ വർഷത്തെ ആറാട്ടുപുഴ ഹിന്ദു മഹാസമ്മേളനമാണ്. ഇതിപ്പോൾ 9ാമത്തെ വർഷമാണ്. മൃഡാനന്ദസ്വാമിജിയുടെ ജന്മശതാബ്ദിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആരംഭിച്ച സമ്മേളനമാണത്. അപ്പം അത് പിന്നീട് തുടർക്കാലങ്ങളിൽ നമ്മൾ കൊണ്ടു നടക്കാം. ഇത് ഒരു ശാക്തീകരണത്തിൻ്റെയും സമവായത്തിൻ്റെയും പ്രോത്സാഹനത്തിൻ്റെയും ഒക്കെ ഒരു മാതൃകയും ഒരു സംഗീതമായിട്ട് മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് കാരണം ഒരു സാമൂഹ്യ സമരസതയും കുടുംബങ്ങളിൽ നടക്കുന്ന ഒരു സാംസ്കാരിക പ്രബോധനവും ഒക്കെ ഇതിൻ്റെ കൂടിയായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹത്തോടെ നമ്മളെല്ലാ വർഷവും കേരളത്തിലെ പ്രമുഖരും പ്രശസ്തരുമായിട്ടുള്ള ആധ്യാത്മിക, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ വ്യക്തിത്വങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രഭാഷണ പരമ്പരകളും നമ്മളുടെ നാടൻ, നമ്മുടെ തനതായ കുറേ സാംസ്കാരിക പരിപാടികളും ഒക്കെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഈ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷം സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്, ഉദ്ഘാടന ദിവസം തന്നെ പ്രജ്ഞാനന്ദ തീർത്ഥപാദർ സ്വാമി തിരുവടികളുണ്ട്. ചട്ടമ്പിസ്വാമി പരമ്പരയിലത്തെ ഏറ്റവും പ്രമുഖ സന്യാസിയാണ്. അദ്ദേഹമാണ് അതിൻ്റെ അധ്യക്ഷൻ, എല്ലാ ആശ്രമങ്ങളിലും അധ്യക്ഷൻ. സ്വാമി തൃപ്പാദങ്ങളാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അന്നേ ദിവസം വേറെ പ്രമുഖരായിട്ടുള്ള ആളുകളുടെയൊക്കെ പ്രഭാഷണങ്ങളൊക്കെ ഉണ്ട്.